വീണ്ടും അമേരിക്കയിലെ ഭരണത്തെ പുകഴ്ത്തി ട്രംപ്. 10 മാസത്തെ ഭരണത്തിൽ 8 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചുവെന്ന് ആവർത്തിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ ആണവശേഷി പൂർണ്ണമായും തകർത്തുവെന്നും ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിച്ചുവെന്നും ട്രംപിന്റെ അവകാശവാദം. അമേരിക്കയ്ക്ക് മറ്റു രാജ്യങ്ങൾ ചുമത്തിയിരുന്ന അധിക താരിഫ് രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയെ അനുകൂലമാക്കിയെന്നും ട്രംപ് പറഞ്ഞു. I've restored American strength, settled 8 wars in 10 months, destroyed the Iran nuclear threat, and ended the war in Gaza, bringing for the first time in 3,000 years peace to the Middle East, and secured the release of the hostages, both living and dead. Here at home, we're bringing our economy back from the brink of ruin. The last administration and their allies in Congress looted our treasury for trillions of dollars, driving up prices and everything at levels never seen before. I am bringing those high prices down and bringing them down very fast. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നു. ഐസൻ, ഞാൻ മിടുക്കനാണെന്ന് ഞാൻ. തീർച്ചയായും കൃഷ്ണരാജ്, അത്തരത്തിലൊരു പ്രസ്താവന തന്നെയാണ്. ഈ പ്രസ്താവനയുടെ പകുതി പരിശോധിക്കുമ്പോൾ അത്തരത്തിൽ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം 8 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചു എന്നൊക്കെ കൃത്യമായി അദ്ദേഹം പറയുമ്പോൾ അതിൽ പല യുദ്ധങ്ങളും അവസാനിപ്പിച്ച രീതികളെല്ലാം തന്നെ പണ്ടേ വിവാദമായിരുന്നു. അത് ഭാരതം തന്നെ കൃത്യമായി എതിർപ്പറിയിച്ച ഒരു സാഹചര്യമുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ പരിശോധിക്കുമ്പോൾ ഈ 8 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചു എന്ന അവകാശവാദം എത്ര കണ്ട് പ്രായോഗികമാണ് എന്ന് ചിന്തിക്കുന്ന ആ ഒരു പോയിന്റിലാണ് ട്രംപിൻ്റെ ഇന്നത്തെ അവകാശവാദങ്ങൾ കുറേയൊക്കെ ഇത്തരത്തിലുള്ള ഒരു തമാശയായി മാറുന്നത്. അതേസമയം യാഥാർത്ഥ്യബോധം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ചില കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്നതും മറ്റൊരു യാഥാർത്ഥ്യമാണ്. അതൊരു വസ്തുത തന്നെയാണ്. എന്നാൽ ഗാസയിലെ സമാധാനം പുനഃസ്ഥാപിക്കുന്നതും അതുപോലെ തന്നെ ഇറാനെതിരെ ശക്തമായ ആക്രമണം നടത്തിയത്, അതായത് നമുക്കറിയാവുന്നതാണ്, B-2 ബോംബറുകൾ ഉപയോഗിച്ച് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ സമ്പൂർണ്ണമായും തച്ചുടച്ച ഒരു ചരിത്രമുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ശക്തമായ നടപടികളുണ്ടായതും അതുപോലെ വിവിധങ്ങളായ യുദ്ധങ്ങൾ അവസാനിപ്പിച്ചു എന്ന ഒരു അവകാശവാദം അദ്ദേഹം ഉന്നയിക്കുമ്പോൾ ഈ 2 കാര്യങ്ങളും, അതായത് അദ്ദേഹം എടുത്തു പറഞ്ഞ ഗാസയും ഇറാനും എല്ലാം തന്നെ വസ്തുതകളാണ് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ കുറേയൊക്കെ പൊടിപ്പും തൊങ്ങലും ചേർത്ത് അദ്ദേഹം ഇത്തരത്തിലുള്ള ചില പ്രസ്താവനകൾ നടത്തി എന്നുള്ളതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അത്തരത്തിൽ ഒരേ സമയം തന്നെ ഗൗരവമേറിയതും ഒരേ സമയം വളരെ ഫണ്ണിയായ ഒരു തമാശയായ രീതിയിൽ അവതരിപ്പിക്കപ്പെടാവുന്നതുമായ കാര്യങ്ങൾ ഒരേ സമയം അവകാശവാദങ്ങളായി ഉന്നയിക്കുകയായിരുന്നു ട്രംപ്. അല്പസമയം മുമ്പ്, അതായത് ഏതാണ്ട് 7 ഇന്ത്യൻ സമയം 7:30 അദ്ദേഹം ആരംഭിച്ച രാജ്യത്തോട് നടത്തിയ അഭിസംബോധനയിലാണ് ഇക്കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞത്. മറ്റു പല വിഷയങ്ങളും അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് താരിഫുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ കേട്ടത് യുദ്ധവുമായി ബന്ധപ്പെട്ടും ലോകസമാധാനവുമായി ബന്ധപ്പെട്ടും ഗാസയിലെ വിഷയവുമാണ് അദ്ദേഹം സംസാരിച്ചതെങ്കിൽ താരിഫുമായി ബന്ധപ്പെട്ട വിഷയത്തിലും അദ്ദേഹം പറയുന്നത് വൻതോതിൽ നിക്ഷേപം കൊണ്ടുവരാൻ സാധിച്ചു അമേരിക്കയിലേക്ക്. ഈ താരിഫ് തന്ത്രം ഉപയോഗിച്ച് അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്താൻ സാധിച്ചു. $18 ട്രില്യൺ നിക്ഷേപം അമേരിക്കയിലേക്ക് 10 മാസം കൊണ്ട്, അതായത് ജനുവരി 20 അധികാരമേറ്റ് 10 മാസത്തിനുള്ളിൽ കൊണ്ടുവരാൻ സാധിച്ചു എന്നും അദ്ദേഹം അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള കണക്കുകളെല്ലാം തന്നെ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ താരിഫിൻ്റെ ഒരു മഹത്വം അദ്ദേഹം പറയുന്നുണ്ട്. തീർച്ചയായും ഈ രാജ്യങ്ങൾ തമ്മിൽ, അതായത് താരിഫ് ചുമത്തിയതിന് ശേഷം മറ്റു രാജ്യങ്ങൾ തമ്മിൽ ബന്ധങ്ങൾ തകർന്നു പോയ, അല്ലെങ്കിൽ ബന്ധങ്ങൾ വഷളായ ഒരു സാഹചര്യം പരാമർശിക്കുന്നില്ല എങ്കിൽ കൂടി അദ്ദേഹം പറയുന്നത് താരിഫ് വലിയ നേട്ടമായിരുന്നു എന്നാണ്. അത്തരത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കുകയായിരുന്നു. നമുക്കറിയാവുന്നതാണ്, അമേരിക്കയിൽ നിന്നുള്ള ഇറക്കുമതി നിയന്ത്രിക്കുന്നതിന് മറ്റ് രാജ്യങ്ങൾ അധിക താരിഫ് ചുമത്തുന്ന, അവരുടെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് താരിഫ് ചുമത്തുന്ന സാഹചര്യമെല്ലാം ഉണ്ടായിരുന്നു. അതേ തന്ത്രം നമ്മൾ തിരിച്ചു പയറ്റിയപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യം അനുകൂലമായി അമേരിക്കയ്ക്ക് ഭവിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നീട് സ്വന്തം ഭരണത്തെ പുകഴ്ത്തി ട്രംപ് രംഗത്തെത്തുന്നു. പക്ഷേ അതിൽ ചില കാര്യങ്ങൾ നമുക്ക് മാറ്റി നിർത്താനാവുകയുമില്ല. 10 മാസത്തെ ഭരണത്തിൽ 8 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചുവെന്ന് ആവർത്തിക്കുകയാണ് ട്രംപ്. ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിച്ചു എന്ന അവകാശവാദം ഉണ്ട്. ഇറാന്റെ ആണവശേഷി ഇല്ലാതാക്കി എന്ന് പറയുന്നുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൻ ജോസ്.